അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കാരത്തൂർ അജ്മീർ ഉറൂസും നഖ്ഷബന്ദി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ആൻഡ് ബോർഡിംഗ് മദ്രസ ഉസ്മാനിയാബാദ് നഗർ കാരത്തൂർ ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ഡയലോഗുകളാണ് ഇന്നും മനസ്സിൽ മായാതെ അടിത്തട്ടിലങ്ങനെ ഉറച്ചു കിടക്കുകയാണ് കാണാപ്പാടമായിട്ട്. റജബ് മാസമായാല് ഈ കാലമായാല് ഇപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ട് റജബ് 1 മുതൽ 6 കൂടിയ ദിവസങ്ങൾ അന്ന് ഒരു ട്രക്കറിലായിരുന്നു അനൗൺസ് ചെയ്ത് പോയിരുന്നത്. അതിന്റെ കൂടെ ഇങ്ങനെ ഓടും ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത്. അതിന്റെ നോട്ടീസ് കിട്ടാനായിരുന്നു. ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ട് ആ ചിത്രം മായാതെ കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പോയാൽ ഈ റജബ് മാസമായാല് കാരത്തൂർ അജ്മീർ ഉറൂസിന്റെ ഒരു പോസ്റ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ യശസ് വാനോളം ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് നമുക്കും കൂടി ഒരു അഭിമാനം കൂടിയാണ് കാരത്തൂർ മർക്കസ്. അതുപോലെ തന്നെ അവിടെ കൊല്ലം തോറും നടന്നു വരാറുള്ള ഈ അജ്മീർ ഉറൂസും. മറ്റ് നാട്ടുകാരൊക്കെ കാണുമ്പോഴേ നമ്മൾ തിരൂര് കാരത്തൂരാണ് വീട് എന്നൊക്കെ അറിഞ്ഞാല് അവിടെ ഒരു മർക്കസ് ഇല്ലേ, അവിടെ ഒരു തങ്ങളുപ്പാപ്പ ഇല്ലേ, അതിന്റെ അടുത്താണോ വീട്, തങ്ങളെ കാണാറുണ്ടോ എന്നൊക്കെയാണ് പിന്നെ ചോദ്യം. رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات أرواح التابعين وتابع التابعين لهم بإحسان إلى يوم الدين ثم إلى حضرات أرواح إمام الأربعة المجتهدين रहमत सी फैली चार सु मेरे जमाल में, हुब्बे नबी ने उसका मुक़द्दर बदल दिया, हबशी को भी सरकार ने वो मर्तबा दिया। है बद थी इतनी ज्यादा अज़ाने बिलाल में, उनकी हयात अर्ज़ो समा की हयात है, हम आसियों की हश्र में जिनसे निजात है। महदूद कीजिए ना इन्हें माहो साल में, महबूब किसको कहते हैं और कौन है हबीब, और इस जहां में किबरिया के कौन है करीब। वो ला शरीक है तो ये यकता मिसाल में, आई जो इनकी याद तो खुद नात हो गई, ऐसा लगा कि उनसे मेरी बात हो गई। दम घुट रहा है फिक्र का लफ्जों के जाल में, നമ്മൾ ഹൃദയത്തിൽ അല്ലാഹു നിറച്ച് സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. अनमोल दुआ मांगो अभी हाँ और हम्द भी, उम्मत रसूल पाक की बोले सदा यही, जिक्रे नबी रहे सदा माजी हाल में। रहमत से വീട് വെക്കാൻ പണം കൊടുക്കുകയുള്ളൂ. പുരുഷന്മാരുടെ പേരിൽ ഇനി വീട് കൊടുക്കില്ല. ഗ്രഹനാഥകളുടെ പേരിലാണ് വീട് കൊടുക്കുക. സ്ത്രീകളുടെ പേരിലാണ് ഇപ്പോൾ വീട് കിട്ടുന്നത്. പെണ്ണുങ്ങളുടെ അടുത്ത് വീട് കിട്ടിയാൽ അവരത് വിൽക്കില്ല. കാരണം ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും അധികം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള അമ്മമാര്, അവരെയും കൊണ്ട് പീഡികത്തിണ്ണയിൽ കിടക്കാൻ കഴിയാത്തവരാണല്ലോ. ഏതെങ്കിലും ചായുപ്പിൽ പോയി
ഈ പെൺകുട്ടികളെയും കൊണ്ട് അന്തിയുറങ്ങാൻ അവർക്കാവില്ല. അതുകൊണ്ട് തന്നെ അവരൊരു വീടിന്റെ പ്രാധാന്യം അതിന്റെ സമ്പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മകന്റെ കണ്ണാണ്, മൂക്കാണ്, ചുണ്ടാണ്, അവന്റെ പിരികമാണ്, അവന്റെ കൈയാണ്, വിരലാണ്, അതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പൊ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പം ഇനി ഒരു 9 വർഷം കൂടെ സർവീസ് ഉണ്ട് പേടിക്കനെ. എന്നാൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പം ഒരു മാസത്തെ ഡ്യൂട്ടി, ഹൈവേ ഡ്യൂട്ടിയാണ്. ഇന്നലെ ബേസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കരിങ്കലാക്കാണി മുതൽ രാമനാട്ടനുള്ള ഓട്ടമാണ്. ഇന്ന് രാവിലെ മലപ്പുറം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തീർത്തു വയ്യായിരുന്നു. നല്ല കോൺഫിഡൻസ് ഉണ്ട്. രാവിലെ ഇവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് കാരാത്തൂർ പപ്പ ആദ്യം തന്നെ സംഘാടകർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെല്ലാം മാറുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് മലപ്പുറം കോട്ടപ്പടി കഴിഞ്ഞ് ചാകുടിക്കൊരു കടയിൽ ഞാനും എൻ്റെ സുഹൃത്ത് ഡ്രൈവർ മാനു ഉണ്ട്. അവിടെ കയറി ഒരു വെള്ളപ്പൂവും കുറച്ച് മുട്ടക്കറി അതിനകത്ത് ഒഴിച്ചു. പതുക്കെ നമ്മുടെ ഇറക്കി ഇങ്ങോട്ട് വിട്ടു. കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് നേരെ കാരാത്തൂർ പപ്പയെ കണ്ടു, സംസാരിച്ചു, നേരെ തിരിച്ചു വന്നു. ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എല്ലാം സംസാരിക്കുമ്പോൾ വേദി ഇങ്ങനെ ഞാൻ കാണുകയായിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോയി. എന്റെ നോട്ടം കുഞ്ഞുങ്ങളിലേക്കും തൊട്ടപ്പുറത്തിരിക്കുന്ന മാതാപിതാക്കളിലേക്കുമാണ്. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാം എന്ന് വിചാരിക്കുന്നതാവും ഞാൻ എല്ലാ അർത്ഥത്തിലും സന്തോഷവതിയാണ്, സന്തോഷവാനാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹല്ലറയുടെ ഭാഗത്തും അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പാപ്പാനെ കണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ബഹിരലെ മുഴുവൻ ബദറുളിനൂരിൻ മധുകളോദിട്ടുയരുമ്പോൾ, മഹിയിലെ മധുരിമ മധുകണമെല്ലാം മഴമഴയായി പൊഴിയുമ്പോൾ, ഹജറുകളകിലം ഹറജറസൂലിൻ ചുവടടി മുത്തി മണക്കുമ്പോൾ, ചിറകതിലുയരും പറവയും ഹറമിൻ ചരിതമതോദിപ്പാറുമ്പോൾ, ആ ചരിതത്തോപ്പിൽ മിമ്പറിരിപ്പുണ്ട്, ആ മിമ്പറിനുള്ളിൽ പൊട്ടിയ കൽവുണ്ട്, ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തൊളി മുത്തിയ തടിയുണ്ട്, അതുമെത്തും സ്വർഗത്തട്ടും ദരജത്തും ഫലിലിൽ മുത്തും മണിമുത്തിൽ കരമത് തട്ടും മുട്ടും മെത്തും സ്വർഗമകത്തും, അതിനൊട്ടും യോഗ്യതയില്ലാഞ്ഞിട്ടും നിത്യം ബാബത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട്, അല്ലാഹുവിന്റെ വെട്ടമകത്ത് കടക്കും നിജമുണ്ട്. മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിറസൂലീന, പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിന. പടവുകൾ എണ്ണിത്തിട്ടം കിട്ടാ പദവികളുണ്ടാ ഇഷ്ടത്തിൽ, ഉടമയുടിടപെടലുടനടിയുണ്ടാ അടിമുടി ഭയപരലോകത്തിൽ, കഠിന കടോഹര ചൂടിൽ ചുവടുകളടി മുതൽ തലയും കത്തുമ്പോൾ, അധിക മനോഹര നൂറുൽദാന്റെ അഹിലുകൾ അവിടെ എത്തുമ്പോൾ, അരിശിൽ നിന്നൊരു നാദം വന്നെത്തും, ആ നാദമിലെങ്കി വിലങ്കിയൊരുങ്ങി മലക്കുകളും എത്തും, അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലെ വാതില് മുമ്പെത്തും, അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മർഹബ കൊല്ലും കടലല തല്ലും, മഴവില്ലും മാറിച്ചെല്ലും ചേലുള്ളൊരു അരുവിയിലല്ലോ, മക്കത്തും പിന്നരികത്തും മാല് കൊടുത്തും റൂഹതെടുത്തും നിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായെത്തും, മഹമൂദിന്റെ കൂടെയിരുന്നവരൗവരിലായെത്തും. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിറസൂലീന, പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിന. മഞ്ഞും മഴയും
അതാരാ കുഞ്ഞാകുട്ടിയാ? കുഞ്ഞാകുട്ടിക്കാത്ത ഉറൂസ് ചിന്തിക്കാൻ പറ്റൂല.